തീരെ ഒരു കാര്യം നിങ്ങൾക്കറിയാം, എല്ലാ പാർട്ടിയുടെ അകത്തും എല്ലാ ഇലക്ഷൻ സമയത്തും ചിലപ്പോൾ വരുന്ന വിഷയങ്ങളും പരിഭവങ്ങളും ഡിസപ്പോയിൻമെൻറ്റ്സും നിരാശയും ഒക്കെ ഉണ്ടാവും. അത് നോർമലാണ്, സ്വാഭാവികമാണ്. പക്ഷേ ഈ തവണ അത് കഴിഞ്ഞ ശേഷം എല്ലാവരും ഐക്യത്തോടെ നിന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ശരിക്കും ഒരു സീരിയസ് ആയ റബൽ കണ്ടിട്ടുണ്ടോ? എല്ലാവരും പറഞ്ഞു ശരി, പാർട്ടി തീരുമാനമെടുത്തു, ഇനി നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന്. എല്ലാവരും എല്ലാറ്റിനെയും കുറിച്ച് സന്തുഷ്ടമല്ലാന്നും കൂടി അറിഞ്ഞിട്ടും കൂടി എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വിജയം കേരളത്തിൻ്റെ ആവശ്യമാണ്, നമ്മളുടെയും ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ വേറെ വിഷയങ്ങൾ പറഞ്ഞിട്ട് സമയം കളഞ്ഞിട്ടോ തർക്കിച്ചിട്ടോ ഒരു കാര്യമില്ല. ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. എവിടെയും ഞാൻ പോയവിടെ ഞാൻ കാണുന്നത് ഐക്യം, ധൈര്യം, ആത്മവിശ്വാസം. സാധ്യതയുണ്ട്, എൻ്റെ കയ്യിലല്ല ഈ മന്ത്രിസ്ഥാനങ്ങളൊക്കെ. പക്ഷെ നിങ്ങൾക്ക് മത്സരിക്കുന്ന ഒരാൾ, ഇവിടെ ജനങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ അറിയുന്ന ഒരാളാണ്. ഒരിക്കൽ മന്ത്രിയെ സേവനം ചെയ്തിട്ടുണ്ട്. ഇനി ഭാവിയിൽ എന്ത് വരും അത് കാണാം. വലിയ പ്രതീക്ഷയാണ്. ഇതൊക്കെ നമ്മുടെ കയ്യിലല്ലല്ലോ, നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഇതൊക്കെ ഹൈക്കമാൻഡ് വല്ലവരും അയച്ച MLA-മാരുടെ അഭിപ്രായമൊക്കെ നോക്കിയിട്ട് അവർ തീരുമാനിക്കും. ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്ക് നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ 3-4 പേരൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കഴിവുണ്ട്, അതല്ലേ വേണ്ടത്. എല്ലാവരും കൂടി സംസാരിച്ചാൽ എന്ത് പറഞ്ഞു? ഞാൻ ഇതൊക്കെ വൈകിക്കഴിഞ്ഞില്ലേ, ഞങ്ങളിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു എല്ലാവർക്കും വേണ്ടി. ഞാൻ നമ്മുടെ സംസ്ഥാനം മുഴുവൻ പോയി എല്ലാവർക്കും വേണ്ടി പ്രചരണം ചെയ്യുന്നു. സ്വയം വേറെ ഒരു ആഗ്രഹമില്ല. ജനങ്ങളെ ജയിപ്പിക്കണം, നമ്മൾ UDF സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണം, അത് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ ഡൽഹിയിൽ ഒരു ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഒരു സംശയവും വേണ്ട, UDF ഭരണം വന്നു കഴിഞ്ഞാൽ അതിൽ എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാധീനമുണ്ടാവും. അതിൽ ചില പ്രത്യേകിച്ച് വികസനത്തെക്കുറിച്ചും കേന്ദ്രത്തെ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാൻ എല്ലാത്തിനും എൻ്റെ മുൻകൈ ഉണ്ടാവും. അതിന് പേടിക്കണ്ട. ഞാൻ മിണ്ടാണ്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് മിണ്ടാണ്ടിരിക്കാൻ പോവുകയല്ല. നമ്മുടെ നാടിൻ്റെ വികസനം, നമ്മുടെ യുവാക്കളുടെ ഭാവി, ഇതൊക്കെയാണ് എൻ്റെ വലിയ ചിന്ത. നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ 8-10 ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞ 6-8 മാസത്തിൽ കേരളത്തിലെ ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് ഇനിയും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ സംഘം നല്ലോണം ഗവേഷണം ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ഇതൊക്കെ ഞാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിനും നമ്മളുടെ പ്രകടന പത്രിക കമ്മിറ്റി ചെയർമാനും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഇനിയും കൊടുക്കും. സർക്കാർ വന്നു കഴിഞ്ഞാൽ അതിനെ നടപ്പിലാക്കാനുള്ള ശ്രമം ഞാനും എടുക്കും. പേടിക്കണ്ട. നമ്മൾക്ക് ഈ നാടിനെ നന്നാക്കണം, നമ്മൾ എല്ലാവരും ആവശ്യമാണ്.